ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസയുടെ കൃഷ്ണനോടും കൺമണിയോടും ബലരാമനോടും ഒക്കെയുള്ള പ്രതികാര ബുദ്ധിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ജയമോഹനും നിൽക്കുന്നത്. മാനസ പോയി കഴിഞ്ഞ് ജയമോഹൻ പറയുന്നുണ്ട്, അവളിപ്പോ എടുത്ത തീരുമാനം നമ്മളെ കൊണ്ട് മാറ്റാൻ കഴിയില്ല. ക്യാഷ് എങ്കിൽ ക്യാഷ്, ആൾബലമെങ്കിൽ ആൾബലം, കൂടെ ഞാനുണ്ടാവും അവൾക്ക് കൂട്ടായി എന്നിങ്ങനെയാണ്. പിന്നീട് കൃഷ്ണൻ കൺമണിയും കൃഷ്ണന്റെ വീട്ടിൽ എത്തിച്ചേരുകയാണ്. കൃപ വിളിച്ചു പറഞ്ഞതനുസരിച്ച് കൃഷ്ണനെയും കൺമണിയും കാണുമ്പോൾ സുജാതയൊക്കെ ഓടിച്ചെന്ന് വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് പോവുകയാണ് കൺമണിയൊക്കെ. കൃപയെക്കുറിച്ച് സുജാത പറയുന്നുണ്ട്, എത്ര നേരമായെന്നറിയോ നിങ്ങളുടെ വരവും കാത്ത് ഈ പെണ്ണിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എപ്പോഴത്തെയും പോലെ വളരെ ബുദ്ധിപരമായി ഇടപെട്ട് ടൈംലി ആയി എന്റെ വലിയേട്ടനെ രക്ഷിച്ചെന്നും പറഞ്ഞ് കൺമണിക്ക് ഒരു പൊക്കെയെല്ലാം സമ്മാനിക്കുന്നുണ്ട് കൃപ. നമ്മുടെ സൂപ്പർ കൺമണി എന്ന് പറഞ്ഞ് സാഗറും കൈയടിക്കുമ്പോൾ കൃഷ് പരിഭവം നടിക്കുന്നുണ്ട്. അപ്പോഴും കൺമണിക്കാണ് ക്രെഡിറ്റ് മുഴുവൻ. അതെ, അതിധീരമായി ഹെവി ആക്ഷനിലൂടെ വരുണിന്റെയും അവന്റെ ശിങ്കടികളെയും ഒക്കെ കൂട്ടിയത് ഞാനാ. അതിനെനിക്ക് പൊന്നാടയും ഹാരവും ഒന്നും ഇല്ല അല്ലേ. കൃഷി ഇങ്ങനെ അപ്രിസിയേഷൻ ചോദിച്ചു വാങ്ങുന്നെന്ന് പറഞ്ഞ് കൃപ കളിയാക്കുന്നുമുണ്ട് ആ സമയം. എന്നാൽ അതിന് കൃഷി തിരിച്ചും പറയുന്നുണ്ട്, അതിലിപ്പോ എന്താ കുഴപ്പം, നല്ല രീതിയിൽ ശരീരം അനങ്ങി അധ്വാനിച്ചിട്ട് തന്നെയാണ് ഞാൻ അപ്രിസിയേഷൻ ചോദിക്കുന്നത്. പിന്നീട് കൺമണിക്ക് കൊടുത്ത ഫ്ലവേഴ്സിൽ നിന്ന് ഒരു ഫ്ലവർ എടുത്ത് കൃഷിന്റെ പരിഭവം തീർക്കാൻ കൃഷിനായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് കൃപ. ഇതിനുള്ള പണിയെ എന്റെ ഏട്ടനെ എടുത്തിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കൃഷിയും കൃപയും തമ്മിലുള്ള ഈ തമാശകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് സാഗറിനും സുജാതയ്ക്കും ഒക്കെ ചിരി വരുന്നുണ്ട്. പിന്നീട് സുജാത വീണ്ടും കൺമണിക്ക് നന്ദി പറയുകയാണ്. എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയുണ്ട് മോളെ നിന്നോട്. അത് ശുചി പറഞ്ഞ വളരെ കറക്റ്റാ. മോളെന്നും ഞങ്ങളെ ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. സാഗർ കൂടെ ഈ രീതിയിലൊക്കെ സംസാരിച്ച് കൺമണിയെ വാനോളം പ്രശംസിക്കുന്നത് കാണുമ്പോൾ ആന്റിയമ്മയാണെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പുറത്ത്. ആന്റിയമ്മയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല. ആന്റിയമ്മ മനസ്സിലും വിചാരിക്കുകയാണ്, എന്റെ പൊന്നനിയൻകുട്ടാ, നീ എന്താ ഇങ്ങനെ? ഈ പെണ്ണ് എന്നിവിടെ കാലുകുത്തിയോ? അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇവള് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവള് പരിഹരിക്കുന്നത്. അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ മാനസയുടെയും കൃഷ്ണന്റെയും കല്യാണം നടന്നു പോയനെ. അതും മുടക്കി, ഇപ്പൊ ഈ കല്യാണവും മുടക്കി. അങ്ങനെ കൺമണിയോടുള്ള ദേഷ്യമൊക്കെ മനസ്സിലൊളിപ്പിച്ചുകൊണ്ട് ആന്റിമ പിന്നീട് കൃഷിന്റെ അടുത്ത് ചെന്ന് സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിക്കുകയാണ്. എന്റെ പൊന്നു പോലോട്ടാ, നിന്നെ കുറിച്ച് ഓർത്ത് ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയുമോ? നീ എന്നെ ഓർത്തോടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. കൃപയ്ക്കും കൃഷ്ണനും മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ ആന്റിയമ്മയുടെ വെറും അഭിനയമാണെന്ന്. തുടർന്ന് കൃപ ചോദിക്കുന്നുണ്ട്, അച്ഛന്റെ അമ്മയുടെയും വക പ്രത്യേക സമ്മാനങ്ങളൊന്നും ഇല്ലേ നമ്മുടെ സൂപ്പർ കൺമണിക്കും അസിസ്റ്റന്റിനും? ഏതായാലും ഇതാണ് ഞങ്ങളുടെ കൺമണി മോൾക്കുള്ള സമ്മാനം എന്ന് പറഞ്ഞ് സുജാത കൺമണിയുടെ മുഖത്തൊരു മുത്തം കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കൃഷി വന്നിട്ട്, എന്റെ അമ്മക്കുട്ടിയുടെ അമ്മ ഞാൻ ഷെയർ ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് സുജാതയുടെ അടുത്ത് നിന്ന് ഉമ്മ ചോദിച്ചു വാങ്ങാനൊക്കെ നോക്കുമ്പോൾ, നിനക്ക് ഞാൻ ഉമ്മ തരാന്ന് പറഞ്ഞ് സാഗറാണ് പിന്നീട് കൃഷിനെ ഉമ്മ കൊടുത്ത് സന്തോഷിപ്പിക്കുന്നത്. എന്നിട്ട് സാഗർ പറയുന്നുണ്ട്, കുറേയേറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് മനസ്സിനൊരു സമാധാനം കിട്ടിയത്. എന്തായാലും പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയല്ലോ. എന്നാൽ അത് കേൾക്കുന്ന സുജാത സാഗറോട് പറയും, ഇല്ല സാഗർ, എനിക്ക് എന്റെ ടെൻഷൻ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ആ സുമിത്രയോ വരണോ എന്തെങ്കിലും ഇനിയും പ്രശ്നങ്ങൾ ഒപ്പിക്കുമോ എന്നാണ് എന്റെ പേടി. എന്നാൽ ആശങ്കപ്പെടുന്ന സുജാതയെ സാഗർ ആശ്വസിപ്പിക്കുന്നുണ്ട്, എന്തായാലും അവരിനി അകത്താണ്. കാരണം ഇനി അവര് കുറച്ചു നാളത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാത്ത പരിപാടികൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ് സാഗർ. അത് പൊളിച്ചെന്ന് പറയുന്നുണ്ട് കൃഷും. തുടർന്ന് കൃപ ചോദിക്കുകയാണ്, ഇനി എന്താണ് അടുത്ത പ്രോഗ്രാം? അടുത്ത പ്രോഗ്രാം ഇവരുടെ കല്യാണം അല്ലേ എന്ന് സുജാത പറയുന്നതും അതിനു മുമ്പ് ഇവരുടെ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് വേണമെന്ന് അഭിപ്രായപ്പെടുകയാണ് കൃപ. കൺമണിക്ക് അതിലൊന്നും അത്ര താല്പര്യമില്ലെങ്കിലും കൃഷിന് താല്പര്യം തന്നെയാണ്. ഏതായാലും കൺമണിയെ കൊണ്ട് സാഗറും സുജാതയും കൃപയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട് സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട്. കൺമണിക്കും പിന്നെ അതിന് താല്പര്യമാവുന്നു. ആന്റിയമ്മയാണെങ്കിൽ ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടാതെ തന്നെ നിൽക്കുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സുജാത പിന്നെ കൃഷ്ണയും കൺമണിയും അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെ ഉണ്ട്. എല്ലാവരും അകത്തേക്ക് പോയി കഴിഞ്ഞ് ആന്റിയമ്മയോട് സാഗർ ചോദിക്കുകയാണ്, ഒത്തിരി സന്തോഷമായില്ലേന്ന്. ആന്റിയമ്മ അപ്പോഴും മാനസയെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. ഇന്നലെ വരെ ഇവിടെ കളിച്ചിരിച്ച് നടന്ന കുട്ടിയായിരുന്നു മാനസ. പാവം, കല്യാണം മുടങ്ങി വിഷമിച്ചിരിക്കുകയായിരിക്കും അവളിപ്പോ. ഏതായാലും അവിടെ ഒന്ന് വിളിച്ചു നോക്കാം. ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് വരരുതല്ലോ. മാനസയെ അങ്ങനെ ആന്റിയമ്മ ഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും മാനസയെ കിട്ടുന്നില്ല. സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അതിനുശേഷം കാണിക്കുന്നത് മനോജ് തന്റെ ഒരു പരിചയക്കാരനായ രമേശനോട് കൺമണിയുടെ വിവാഹം ഉറപ്പിച്ചതുകൊണ്ടും ഒരു കല്യാണം ആകുമ്പോൾ എത്ര ചുരുക്കി പിടിച്ചാലും അതിന് അത്യാവശ്യം തുക വേണമല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു 6 ലക്ഷം രൂപ കടമായിട്ട് തരാൻ ആവശ്യപ്പെടുകയാണ്. പലിശയ്ക്ക് മതി, 6 മാസത്തിനകം ഞാൻ തിരികെ തരാമെന്നും വാക്ക് കൊടുക്കുന്നുണ്ട്. അത് കേൾക്കുന്ന രമേശനാകട്ടെ, 6 ലക്ഷം രൂപയൊക്കെ നിനക്ക് ഞാൻ തരാം, പക്ഷെ എനിക്ക് എന്തെങ്കിലും ഈട് വേണം. വീടോ സ്ഥലമോ വണ്ടിയോ അങ്ങനെ എന്തെങ്കിലും 6 ലക്ഷം രൂപയ്ക്ക് മുതലാകുന്ന എന്തെങ്കിലും എനിക്ക് ഈടായിട്ട് വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഉടനെ മനോജ് പറയുന്നുണ്ട്, ഈട് തരാനായിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല, വീടാണെങ്കിൽ പണയത്തിലുമാണെന്ന്. രമേശനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നതും മനോജ് പിന്നെ റിക്വസ്റ്റ് ചെയ്യുകയാണ്,
നീ അങ്ങനെ പറയരുത്. നീ എന്നെ ഒന്ന് സഹായിക്കണം. വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് പലിശ തരാം. അത് കേൾക്കുന്നതും രമേശൻ മനോജിനെ കളിയാക്കുകയാണ്. നിനക്ക് മോഷണം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. എടാ, ജോലിയും കൂലിയും ഇല്ലാത്ത നീ എനിക്ക് എങ്ങനെ എന്റെ കാശ് തന്നു തീർക്കും? എന്നാൽ മനോജ് ഇതൊക്കെ കേട്ടിട്ടും പിന്നെയും രമേശിനോട് യാചിക്കുകയാണ്. എനിക്ക് ആകെയുള്ള പെങ്ങളാ. അവളുടെ കല്യാണം നടത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒരു ചേട്ടനായി അവിടെ പോയി നിൽക്കുന്നത്? എന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കി എന്നെ നീ ഒന്ന് സഹായിക്കണം. പക്ഷേ എനിക്ക് നഷ്ടം വരുത്തുന്ന ഒരു സഹായവും ഞാൻ ആർക്കും ചെയ്യില്ലെന്ന് കടമ്പിടുത്തം പിടിക്കുകയാണ് രമേശൻ വീണ്ടും. കല്യാണം നടത്താൻ നിനക്ക് നിവൃത്തിയില്ലെങ്കിൽ നീ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി കെട്ടിക്ക്. അതാവുമ്പോ 12,000 രൂപയ്ക്ക് കാര്യം കഴിയും. അതുകൊണ്ട് നീ നിന്ന് വെയിൽ കായാതെ ഇവിടെ നിന്ന് പോകാൻ നോക്കെന്ന് പറഞ്ഞ് രമേശൻ തടി തപ്പുന്നുണ്ട് അവിടെ നിന്ന്. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ വരാൻ മാനസയെ ചെന്ന് വിളിക്കുന്ന ഹേമയോട് മാനസ ചൂടാവുകയാണ് ചെയ്യുന്നത്. അമ്മയോട് ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയെങ്കിലും നീ വന്ന് കഴിക്കാൻ ഹേമ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും മാനസ പിന്നെയും ഹേമയോട് ദേഷ്യത്തോടു കൂടി തന്നെ പറയുകയാണ്, എനിക്ക് വിശപ്പും ക്ഷീണവും ഒക്കെ ഉണ്ട്, പക്ഷെ എന്നിട്ടും കഴിക്കാൻ തോന്നുന്നില്ല. ഹേമയോട് പോയി കിടന്നുറങ്ങിക്കോളാനും പറയുകയാണ് മാനസ. അപ്പോഴേക്കും അവിടേക്ക് വരുന്ന ജയമോനോടും ഹേമ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നലെ മുതൽ മാനസമോൾ ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കഴിക്കാതെ എങ്ങനെയായെന്ന്. ജയമോഹൻ പിന്നെ മാനസയുടെ അടുത്ത് ചെല്ലുമ്പോ മാനസ ജയമോഹനോടും ചൂടാവുകയാണ്. ഒന്നും കഴിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ചത്തുപോകും, അത്രയല്ലേ ഉള്ളൂ, ചത്തു പോട്ടെ, എനിക്ക് ജീവിച്ചു മതിയായി. നിന്റെ കൂടെ ഞങ്ങളെല്ലാം ഇല്ലേന്ന് ചോദിച്ച് ജയമോഹൻ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മാനസയെങ്കിലും അതൊക്കെ വെറുതെയാണെന്നും ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ്, എന്റെ മനസ്സ് മനസ്സിലാക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. കൊച്ചിലെ മുതൽ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെയല്ലേ ഞാൻ വളർന്നത്. പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചു, അപ്പോഴും ഞാൻ വിശ്വസിച്ചു എന്നെങ്കിലും ഒരിക്കൽ എന്റെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ എന്നെ ചേർത്ത് പിടിക്കുമെന്ന്. ഇന്ന് മാനസ തോറ്റു നിൽക്കുകയാണ്, ആരുമില്ല കൂടെ. ഒരവസരത്തില് നിങ്ങളും എന്നെ തള്ളി പറഞ്ഞില്ലേ? മാനസയുടെ ഈ കുറ്റപ്പെടുത്തലുകൾ കേട്ട് ജയമോഹൻ മാനസയോട് ചോദിക്കുകയാണ്, നീ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ടാ ചിന്തിക്കാത്തത്? എന്നും ഞങ്ങൾ നിന്റെ കൂടെ തന്നെയാണ്. നിന്റെ വളർച്ചയിലെ ഓരോ ഘട്ടത്തിലും നിനക്ക് നല്ലത് മാത്രം വരണമെന്നേ ഞാനും നിന്റെ അമ്മയും ചിന്തിച്ചിട്ടുള്ളൂ. പിന്നെ നീ വേണ്ടാത്ത ചില പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടപ്പോ ഞങ്ങൾ നിന്നെ ശാസിച്ചു. നിന്റെ അച്ഛനും അമ്മയായി ഞങ്ങൾക്ക് അതിന് അധികാരമില്ലേ? അതേസമയം മാനസ കണ്ണീരോടുകൂടി പറയുന്നുണ്ട്, ശരിയാ, തെറ്റാണ് ഞാൻ ചെയ്തത്, പക്ഷെ ഞാനത് സമ്മതിച്ചു തന്നല്ലോ. തെറ്റ് തിരുത്തി മാപ്പ് പറഞ്ഞ് വിവാഹത്തിന് ഒരുങ്ങി ഇറങ്ങിയതല്ലേ ഞാൻ, എന്നിട്ട് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? അതും ചോദിച്ച് പൊട്ടി പൊട്ടി കരയുകയാണ് മാനസ അവിടെ നിന്നിട്ട്. മാനസയുടെ വിഷമം കണ്ട് ജയമോനും ഹേമയ്ക്കും ആണെങ്കിലും ഒത്തിരി സങ്കടമാവുന്നു. അവര് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് മാനസയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മാനസയ്ക്ക് സമാധാനിക്കാൻ കഴിയുന്നില്ല. എന്റെ കൺമുന്നിലാണ് എന്റെ ജീവിതം തകർന്നതെന്നും തകർന്നതല്ല തകർത്തത് ആ കൺമണി. ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് നാളെ കൺമണിയും അനുഭവിക്കണം. എപ്പോഴും തോറ്റ് എല്ലാവരുടെയും മുന്നിൽ ഒരു റിജക്റ്റഡ് പേഴ്സൺ ആയിട്ട് നിൽക്കുകയാണ് ഞാൻ. ഇനിയും ഞാൻ അങ്ങനെ നിൽക്കാൻ തയ്യാറല്ല. എനിക്ക് പ്രതികാരം ചെയ്യണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ മാനസ ജീവിച്ചിരിക്കില്ല. ഇത് എന്റെ തീരുമാനാ. എന്റെ കൂടെ നിൽക്കില്ലേ എന്ന് ജയമോനോടും ഹേമയോടും മാനസ ചോദിക്കുമ്പോൾ ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന ഉറപ്പ് കൊടുക്കുകയാണ് ജയമോനും ഹേമയും മാനസയ്ക്ക്. മാനസയോട് സമാധാനമായിട്ട് ഇരിക്കാനും അവർ പറഞ്ഞു കൊടുക്കുകയാണ്. മാനസയാണെങ്കിലും പിന്നെ ജയമോഹനും ഹേമയും തന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ആശ്വാസത്തില് അവരെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നു.